1000 500 ആണെങ്കിൽ നമുക്ക് വേണ്ട എന്നാൽ. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? അപ്പൊ എന്നോട് പ്രധാനമന്ത്രി ഇപ്പൊ പ്രഖ്യാപിച്ചു കഴിഞ്ഞതേ ഉള്ളൂ 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ പിൻവലിക്കുന്നുവെന്ന്. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് 1000-ന്റെയും 500-ന്റെയും മൂല്യമില്ലാതെയായത്. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട്. ഞാൻ ഓർക്കുന്നു, ഞാൻ അന്തരീക്ഷത്തിൽ എവിടെയോ ആയിരിക്കുമ്പോഴായിരിക്കും ഈ പ്രഖ്യാപനം നടന്നത് എന്ന്. ഖത്തറിൽ നിന്ന് കയറുമ്പോൾ എൻ്റെ പോക്കറ്റിലുള്ള 500-നും 1000-നും ഖത്തറിൽ വിലയില്ലെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ അവിടെ ഉപയോഗിക്കാനുള്ള മൂല്യമുള്ള അവിടുത്തെ കറൻസി ലഭിക്കുമെങ്കിലും ഇന്ത്യ രാജ്യത്ത് വന്നിറങ്ങും അത് 500-ഉം 1000-ന്റെയും മൂല്യമുണ്ടാകുമെന്ന് കരുതി ഞാൻ അവിടെ നിന്ന് കയറുന്നത്. അന്നത്തെ എൻ്റെ ജീവിതത്തിലെ അനുഭവം പറയുകയാണ് ഞാൻ. അങ്ങനെ മണിക്കൂറുകൾ ഞാൻ സ്വന്തം രാജ്യത്ത് 500-ഉം 1000-നും മൂല്യമുള്ള രാജ്യത്തെത്തുമ്പോൾ കേൾക്കുന്നത് ഇതിന്റെ മൂല്യം പിൻവലിച്ചു കളഞ്ഞിരിക്കുകയാണ് എന്നാണ്. നിങ്ങൾ ചിന്തിക്കണം, ചില സെക്കൻഡുകളാണ് മനുഷ്യ ജീവിതത്തിൽ ചിലതിൻ്റെ എല്ലാം മൂല്യങ്ങളില്ലാതെയാക്കുന്നത് എന്ന വസ്തുതയല്ലേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെയാണ് ഈ വിഷയം ഏറെ ചർച്ചയാകുന്നത്, കാലിക പ്രസക്തമാകുന്നത്. ആളുകൾ അതിനുശേഷം പിന്നെ പിറ്റേ ദിവസം നട്ടോടിയിരുന്നു ആളുകൾക്ക്. ഇതെന്താ ചെയ്യേണ്ടത്? കട്ടിൻ്റെ വീട്ടിലൊക്കെ ലക്ഷങ്ങളൊക്കെ വെച്ച് ഉറങ്ങിയ മനുഷ്യന്മാരുണ്ടായിരുന്നു. തലേ ദിവസം ഉറങ്ങണവരവർക്ക് ഭയങ്കര സമാധാന, പിറ്റേ ദിവസം മുതൽ ബേജാറായി. ഒറ്റ സെക്കൻഡ് കൊണ്ട് ബേജാറായി. തലേ ദിവസം വരെ ലക്ഷപ്രഭുക്കളായിരുന്നവരെങ്കിൽ, പതികളായിരുന്നവരെങ്കിൽ പിറ്റേ ദിവസം മുതൽ ബേജാറാണ്, നട്ടോട്ടമാണ് അല്ലേ. അതിന്റെ തലേ ആഴ്ച ഒരാള് ചോദിച്ചു 5 ലക്ഷം തരുമെന്ന്. ഓനോട് ഞാൻ ഭയങ്കര ടൈറ്റിലാണ്. ഓനെ വിളിച്ചിട്ട് പിന്നെ പിറ്റേന്ന് വിളിച്ചിട്ട് ചോദിക്കാം, ഞാൻ എനിക്കൊരു 25 ലക്ഷം റുപ്യ തരട്ടെ, നീ 8 മാസം കഴിഞ്ഞിട്ട് തന്നാൽ മതി. നിങ്ങൾ ചിന്തിക്കണം, ഇതൊക്കെ നമുക്കിടയിൽ ഉണ്ടായതാണ്. നോട്ടിന്റെ വിഷയത്തിലുള്ള നെട്ടോട്ടങ്ങൾക്കിടയിൽ നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ പാഠം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു പോവുകയാണ്. ഒന്ന്, നരേന്ദ്രമോദിയാണ് 500-ന്റെയും 1000-ന്റെയും മൂല്യം എടുത്തു കളയുന്നു, അല്ലെങ്കിൽ പഴയ നോട്ടുകൾ എടുത്തു കളയുന്നു എന്ന് പ്രഖ്യാപിച്ചതെങ്കിൽ നമ്മളെ ജീവിതത്തിലെ എല്ലാ നോട്ടിന്റെയും മൂല്യം തീരുന്നൊരു സമയമുണ്ട്. ആ സമയം എപ്പോഴാണ്? ആ സമയം പരിശുദ്ധമായ പറഞ്ഞത് ഏതൊരാളും മരിക്കാൻ പോകുന്ന ഘട്ടമാണത്. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. ചില മനുഷ്യന്മാരൊക്കെ വിചാരിച്ചു പോയി. ചിലർ എന്നോട് പറഞ്ഞ്, എനിക്ക് ഓർക്കുന്നു എന്നോട് ചില ആളുകൾ പറഞ്ഞത്, ആ അവധി ഞാൻ വെറുതെ നീട്ടേണ്ടിയില്ലായിരുന്നു. കഴിഞ്ഞ മാസം 8-ാം തീയതി അയാൾ പറഞ്ഞതിൻ്റെ ആ സമയം പറയാം. കഴിഞ്ഞ മാസം 8-ാം തീയതി ആ സ്ഥലം രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞത്. ഒരു 15 ലക്ഷം റുപ്യ ഒക്കാത്തത് കൊണ്ടാണ് ഞാൻ 50 ലക്ഷം തരാം എന്ന് പറഞ്ഞത്. വേറെ ചില അഡ്ജസ്റ്റ്മെൻ്റൊക്കെ നടക്കുമെന്ന് കരുതിയിട്ട് അതെങ്കിലും കൊടുത്തെങ്കിൽ കേസിലായി പോയേനെ. രജിസ്ട്രേഷൻ നടത്തിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയേനെ. എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ മകൻ ജോലി ചെയ്യുന്നുണ്ട് ദുബായിൽ, ഒരു കമ്പനി നടത്തുന്നുണ്ട്, പൈസയുടെ പ്രതിസന്ധി ഉണ്ടായി. അയാൾ എന്നോട് പറയാം, ഞാൻ ഈ 8-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് 12 ലക്ഷം റുപ്യ ഇവിടെ നിന്ന് ദുബായിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണത്. എന്നിട്ട് മൂപ്പര് പറയാം, അൽഹംദുലില്ലാ, ഞാൻ എൻ്റെ റബ്ബിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല, ഞാനത് പിറ്റേന്ന് അയക്കണം എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ 12 ലക്ഷം റുപ്യ കടം വാങ്ങിയോലെ എൻ്റെ പൈസ തിരിച്ചെടുക്കൂല, എനിക്ക് ഈ പൈസ അയക്കാനും കഴിയൂല, ഞാൻ കുടുങ്ങിപ്പോയേനെ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്താൻ എൻ്റെ വിഷയത്തിലേക്ക് വരുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം നോട്ടും നെട്ടോട്ടവും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർശനത്തിൽ എന്നാണ് നമ്മുടെ വിഷയം. നമ്മൾ നോട്ട് കൊണ്ട് ചെയ്യേണ്ടത് എന്താണ്? നോട്ടിന്റെ മൂല്യം നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? മൂല്യം നഷ്ടപ്പെടാതെ നിലനിർത്താനും കഴിയുന്നത് എപ്പോഴാണ്? അല്ലെ, നരേന്ദ്രമോദി ഇപ്പൊ പറയുന്നുണ്ട്, നിങ്ങളെ കയ്യിലുള്ള പൈസന്റെ സോഴ്സ് കാണിക്കണം. സോഴ്സ് കാണിക്കണം എന്നുണ്ടെങ്കിൽ എത്ര റുപ്യ? 2.5 ലക്ഷം റുപ്യ വരെ കൊണ്ടുപോയിടാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ 2 ലക്ഷം ഒന്നിച്ചിട്ടോനും
ഓൻ്റെ അടുത്ത് അന്വേഷണം വന്നിട്ടുണ്ട്, സോഴ്സ് കാണിക്കണം. എന്നാൽ അല്ലാഹുവിൻ്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യൻ എന്തിൻ്റെ എല്ലാം സോഴ്സുകളാണ് അവൻ അല്ലാഹുവിൻ്റെ മുമ്പിൽ കാണിക്കേണ്ടി വരുന്നത്. എന്തിൻ്റെ എല്ലാം സോഴ്സ് കാണിക്കണം. അള്ളാഹുവിൻ്റെ സന്നിധിയിലുള്ള ഈ നോട്ടുകളുടെ വിചാരണയുടെ കടുപ്പം എങ്ങനെയാണ് എല്ലാം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അല്ലേ, നരേന്ദ്രമോദിന്റെ ഹിസാബ് കടുപ്പാണെങ്കിൽ അള്ളാന്റെ ഹിസാബ് ഉണ്ടാവും. എല്ലാ വെള്ളിയാഴ്ചയും ജുമാ നിസ്കാരം കഴിഞ്ഞ് പോണ രണ്ടാമത്തെ റക്അത്തിൽ നമ്മൾ എന്താ കേൾക്കണേ? അധിക പള്ളികളിലും വെച്ച് ഓതാറുള്ള ഒരായത്തുണ്ട്, ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് വരും, നിങ്ങളുടെ ഈ വരവ് എൻ്റെ അടുക്കലേക്കാണ്. സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, നമ്മൾ നിങ്ങളെ വിചാരണ നടത്തുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയത്തിന് ഒരുപാട് ഭാഗങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഞാൻ ചെറിയൊരു ഭാഗം ടച്ച് ചെയ്തേ പോവുള്ളൂ. ഈ ഒരു പ്രതിസന്ധി വരാനുള്ള കാരണം എന്തെന്നുള്ളത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഈ പ്രതിസന്ധി വരാനുള്ള കാരണം എന്താ നിങ്ങൾ മനസ്സിലാക്കി? എന്താ ഈ പ്രതിസന്ധി വരാനുള്ള കാരണം? നിങ്ങൾ മിണ്ടില്ല. നിങ്ങൾ മനസ്സിലാക്കിയൊരു കാരണം പറയും. എന്താ ഈ പ്രതിസന്ധി വരാനുള്ള കാരണം? എല്ലാവരും പഠിച്ചിട്ടൊന്നുമില്ലേ? ഈ ഇച്ഛമാർക്ക് ഈ പ്രതിസന്ധി വന്നിട്ടില്ലേ? കാസർകോട്ടുകാർക്ക് ഈ പ്രതിസന്ധി വന്നിട്ടില്ലേ? ഇല്ലേ? പക്ഷേ സാർ ഒന്നുമില്ല. പിന്നെ നിങ്ങളുടെ ഈ വിഷയം പറഞ്ഞതിൽ അർത്ഥമില്ല. ഈ പ്രതിസന്ധി വരാനുള്ള കാരണം എന്താന്ന് നരേന്ദ്രമോദി പറഞ്ഞത്, കള്ളപ്പണം ധാരാളം ഒഴുകുണ്ടെന്നാണ്. കള്ളപ്പണം ധാരാളം ാണ് ഈ പ്രതിസന്ധിയുടെ കാരണം എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ആ കള്ളപ്പണം പിടിച്ചെടുക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്നാൽ സത്യത്തിൽ ഇതെന്താ നിങ്ങള് മൂപ്പര പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്, ശരിയാണ്. പക്ഷെ മൂപ്പർ ഉദ്ദേശിക്കുന്ന കള്ളപ്പണമല്ല. മൂപ്പർ ഉദ്ദേശിക്കുന്ന പള്ളപ്പണം എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്ത് ടാക്സ് അടക്കാത്ത, രാജ്യത്തിന്റെ കണ്ണിൽപ്പെടാത്ത പണം എന്നാണ്. എന്നാൽ അയാളാ പറഞ്ഞ വാക്ക് ഏകദേശം ശരിയാണ്. എന്തുകൊണ്ട് ഈ പ്രതിസന്ധി വരാനുള്ള കാരണം? അള്ളാഹു സമ്പത്തു നൽകിയ റബ്ബ് അള്ളാഹു അടക്കണം എന്ന് പറയുന്ന ചില ടാക്സുകളുണ്ട്. ആ ടാക്സുകൾ നമ്മൾ അടക്കാതെ വന്നതാണ് നോട്ടുകളുടെ പ്രതിസന്ധികളുടെ അടിസ്ഥാന കാരണം എന്ന് മനസ്സിലാക്കാനും കഴിയും. അള്ളാഹു പറഞ്ഞു, നിങ്ങളെടുത്ത് 1 ലക്ഷം റുപ്യ ഒരു കൊല്ലം സൂക്ഷിപ്പ് സ്വത്തായി ഉണ്ടായ നിങ്ങളതിൻ്റെ 2500 റുപ്യ എടുത്തിട്ട് പാവങ്ങൾക്ക് കൊടുക്കണം. നമ്മൾ കൊടുത്തില്ല. അപ്പൊ ഇയാൾ വന്നിട്ട് പറഞ്ഞു, നമ്മൾ കൊടുക്കാതെ ഇങ്ങനെ ഒന്ന് കൂട്ടി ഇങ്ങനെ വെച്ചപ്പോ ഇയാൾ വന്നിട്ട് പറഞ്ഞു, അതിന്റെ 85% എനിക്ക് തരണം. അള്ളാഹു 2.5% കൊടുക്കാൻ പറഞ്ഞു. ഇയാൾ വന്നിട്ട് പറഞ്ഞു 85% തരണം. കാരണം എന്താ നിങ്ങള് നമ്മൾ പറയുന്നത്, ഈ വർഗീയവാദികൾ എല്ലാവരും കൂടി മൂപ്പരെ ഭരണത്തിലേറ്റിയത് കൊണ്ടാണ്. നല്ല ഒരാളെ ഭരണത്തിലേറ്റുന്നതും ഇറക്കുന്നതൊക്കെ ആരാ? ഖുർആൻ പറഞ്ഞിട്ടില്ലേ? എന്റെയും നിങ്ങളുടെയും വിശ്വാസത്തിന്റെ ഭാഗമല്ലേ അത്? നരേന്ദ്രമോദി ഇന്ത്യയുടെ അധികാരത്തിലെത്തിയത് നരേന്ദ്രമോദി കൊണ്ടല്ല, ഈ രാജ്യത്തെ ജനങ്ങളല്ല. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത് അല്ലാഹുവാണ് എന്ന് വിശ്വസിക്കൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അൽ ഈമാനു ബിൽ ഖദർ. ഞാനിത് പൊട്ടത്തരം പറയില്ല. അൽ ഈമാൻ ഖദർ കൊണ്ട് വിശ്വസിക്കണം. മുഅ്മിനിന്റെ വിശ്വാസത്തിന്റെ 6ാമത്തെ കാര്യമാണത്. അൽ ഈമാനു ബിൽ ഖദർ ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയുമായ എല്ലാ കാര്യവും അല്ലാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കൽ അതെന്റെയും നിങ്ങളുടെയും വിശ്വാസത്തിന്റെ ഭാഗമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചത് എന്താണ്? ഒരാൾ അധികാരത്തിലെത്തുന്നതും ഒരാൾ അധികാരത്തിൽ നിന്ന് ഭ്രഷ്ടനാകുന്നതും അത് അല്ലാഹുവാണ് എന്ന് ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയിൽ ട്രംപിനെ അധികാരത്തിലെത്തിയതാരാ? ട്രംപിനോട് ചോദിച്ചാൽ ട്രംപ് ശരിക്കും പറഞ്ഞൊരു ട്രംപിന് എന്നെ ഉറപ്പില്ലേന്ന് ഉപരി ജയിക്കുന്നു. ട്രംപ് ജയിച്ചപ്പോൾ ട്രംപ് എന്നെ അത്ഭുതപ്പെടാ, ഞാൻ എങ്ങനെ ജയിച്ചു? അമേരിക്കയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളുടെയും താല്പര്യം ഹിലരി രാജ്യത്തിന്റെ പ്രസിഡന്റായി വരണമെന്നായിരുന്നു.
പക്ഷെ അള്ളാഹുവിന്റെ താല്പര്യം മറ്റൊന്നായിരുന്നു. റബ്ബിന്റെ താല്പര്യമാണ് നടന്നത്, രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യമല്ല നടന്നത്. മനസ്സിലാക്കണം. ഈ സാഹചര്യം എങ്ങനെ ഉണ്ടായി ഗൗരവപൂർവ്വം പഠിക്കണം. ഞാൻ നിങ്ങളെ രാഷ്ട്രീയ കാരണങ്ങളൊന്നും അല്ല പറഞ്ഞത്, എന്റെ പണിയല്ല. രാഷ്ട്രീയ കാരണങ്ങൾ പറയലല്ല എന്റെ പണി. പരിശുദ്ധ ഖുർആനും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ വിഷയകമായി എന്തു പറയുന്നു എന്ന് ഓർമ്മപ്പെടുത്തലാണ് എന്റെ ചുമതല. അതെന്നാൽ കഴിയുന്ന രീതിയിൽ. ആള് ചെറുതായ പോലെ വിജ്ഞാനവും ഇൽമും കുറവാണ്, ചെറുതാണ്. അല്ലാഹുവേ നീ ഇൽമു വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ആ പണിയാ ഞാൻ ചെയ്യുന്നത്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ബോധം നൽകണേ റബ്ബേ. അപ്പൊ ഒരാൾ അധികാരത്തിലേറ്റുന്നതാരാ? അല്ലാഹുവാൻ. ഒരാൾ അധികാരത്തിൽ നിന്ന് ബ്രിട്ടനാക്കുന്നതാരാണ്? അല്ലാഹുവാൻ. ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തിയല്ലോ, തുതിൽ മുൽക മൻ തശാഉ തൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈർ. തുതിൽ മുൽക തശാ. അല്ലാഹുവേ നീ ഉദ്ദേശിക്കുന്നവരെയാണ് നീ അധികാരത്തിലെത്തിക്കുന്നത്. അധികാരത്തിലെത്തിച്ചത് ആരാണ്? അല്ലാഹുവാണ് എന്ന് വിശ്വസിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയൊക്കെ അതാരാ? രാജ്യത്തെ വർഗീയവാദികൾ നല്ല പറയേണ്ടത് രാജാതിരാജനായ അല്ലാഹുവാൻ. വർഗീയവാദം ഇന്നല്ല ഈ രാജ്യത്തുണ്ടായത്. എന്നാണോ ഇന്ത്യ സ്വതന്ത്രമായത് അന്നേ ഈ രാജ്യത്ത് വർഗീയ ചിന്തകളും വാദങ്ങളും ഇസങ്ങളും ഉണ്ട് എന്നത് സത്യമാണ്. 1947 ഇന്ത്യ സ്വതന്ത്രമായതിന് ശേഷമാണ് മഹാത്മജിയെ വെടിവെച്ചു കൊല്ലുന്നത്. ഗുദ്സെ എന്ന് പറയുന്ന തീവ്രവാദിയായിരുന്നു. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നത് അന്നേ അവർ തീവ്രവാദം പറയുന്നുണ്ട്. പക്ഷെ അന്ന് ഈ ജനങ്ങളുടെ ഹൃദയത്തിലൊന്നും തീവ്രവാദം കയറിക്കൂടിയില്ല. എന്തേ കാരണം? അന്ന് തീവ്രവാദം കയറിക്കൂടാതിരിക്കാൻ കാരണം എന്റെയും നിങ്ങളുടെയും പിതാമഹന്മാർ അന്ന് നല്ല മനുഷ്യരായിരുന്നു. അന്ന് എന്റെയും നിങ്ങളുടെയും പിതാമഹന്മാർ നല്ല മനുഷ്യരായിരുന്നു. ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വളരെ ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഹദീസാണത്. വളരെ ഗൗരവപൂർവ്വം കാലഘട്ടത്തിന് അനുയോജ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനമായ ഹദീസ്. പലപ്പോഴും നമ്മൾ ആ ഹദീസ് കേട്ടിട്ടുണ്ടെങ്കിലും ശരി, തദാ അലൈക്കുമുൽ ഉമം കമാ തദാ അല്ലകലതു ഇലാ ഖസ്അതിഹാ. ഭക്ഷണത്തലികയുടെ ചുറ്റുഭാഗത്തും ഇരിക്കുന്ന ആളുകൾ ഭക്ഷണത്തിലേക്ക് കൈ കാണിക്കുന്ന പോലെ എന്റെ സമുദായമേ തദാ അലൈക്കുമുൽ ഉമം, എല്ലാ സമുദായങ്ങളും നിങ്ങൾക്കെതിരെ ഒന്നിക്കും. തദാ അലൈക്കുമുൽ ഉമം, എല്ലാ സമുദായങ്ങളും നിങ്ങൾക്കെതിരെ ഒന്നിക്കും. കമാ തദാ അല്ലകലതു ഇലാ ഖസ്അതിഹാ. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ കേട്ടുനിന്ന സ്വഹാബികൾ ചോദിച്ചു, നബിയേ അവമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ, ഞങ്ങളന്ന് എണ്ണത്തിൽ കുറവുള്ളത് കൊണ്ടാണോ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല, ലബല്ലംതും കതീർ, നിങ്ങളന്ന് എണ്ണത്തിൽ എത്രയോ കൂടുതലുണ്ടാകും. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, നിങ്ങൾ മലപ്പാച്ചിൽ വെള്ളത്തിലുള്ള ചണ്ടികളെ പോലെ ചണ്ടികളാകും എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിൽ ഈമാൻ ഉണ്ടാകൂല, ഇസ്ലാം ഉണ്ടാകൂല, റബ്ബിൽ നിന്ന് നിങ്ങൾ അകന്നു പോയിട്ടുണ്ടാകും. വലയഖല്ലാഹുവിന്റെ ഹബീബ് എന്നിട്ട് പറയാണ്, വലയൻസിഅന്നല്ലാഹു മിൻ സുദൂരി അദുവികുമുൽ മഹാബ, നിങ്ങളെ കുറിച്ചുള്ള ഒരു ബഹുമാനമല്ലെങ്കിൽ ഒരു ഉൾഭയം, ആ ഉൾഭയം മറ്റു സമുദായങ്ങളുടെ മനസ്സിൽ നിന്ന് അല്ലാഹു എടുത്തു മാറ്റുന്നതാണ്. കോഴിക്കോട് ഇന്ദിരാഗാന്ധി വന്നപ്പോൾ ഇന്ദിരാഗാന്ധി ഇരിക്കുന്ന സ്റ്റേജിലേക്ക് ബാഫക്കി തങ്ങൾ കയറി വരുമ്പോഴാ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും അല്ലാത്ത ബാഫക്കി തങ്ങളെ കണ്ടപ്പോൾ ഇന്ദിരാഗാന്ധി ഇരിപ്പിടത്തിന് എഴുന്നേറ്റ് പോയത്. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി. അറിയാതെ ഇന്ദിരാജി എഴുന്നേറ്റ് നിന്നു. അത് ബാഫക്കി തങ്ങളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഇന്ദിരാജിയുടെ ഖൽബിലുണ്ടായ ഒരു ഉൾഭയമോ ബഹുമാനമോ ആണ്. അത് അല്ലാഹു എടുത്തു കളയുന്നു. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, എന്നിട്ട് വലയഖദിഫന്ന ഫീ ഖുലൂബികുമുൽ വഹൻ,
നിങ്ങളുടെ ഖൽബിലേക്ക് അല്ലാഹു വഹനിനെ എറിഞ്ഞു തരും. സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൽ വഹനു യാ നബിയല്ലാഹ്, എന്താണ് വഹൻ യാ റസൂലല്ലാഹ്? റസൂലുള്ളാഹി പറഞ്ഞു, ഹബ്ബുദ് ദുനിയാ, നിങ്ങൾക്ക് ദുനിയാവിനോട് വല്ലാത്ത ഇഷ്ടമായിരിക്കും നിങ്ങൾക്ക്. വകറാഹിയത്തുൽ മൗത്ത്, മരിക്കണമല്ലോ എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്നില്ലാതെയാവും. ശരിയല്ലേ? മരിക്കണം എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതെയാകും. ദുനിയാവിനോട് നിങ്ങൾക്ക് അതിയായ പ്രേമമുണ്ടാവുകയും ചെയ്യും. അപ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾ അന്യ സമുദായങ്ങളുടെ മനസ്സിലുള്ള ഭയം എടുത്തു കളയുന്നത്. ലോകത്ത് എല്ലാ സമുദായം നിങ്ങൾക്കെതിരെ ഒന്നിക്കുന്ന. അമേരിക്കയിലെ ട്രംപ് പറയുന്നത് മുഴുവൻ അമേരിക്കൻ മുസ്ലിങ്ങളെ ഞാൻ തുടച്ചു നീക്കും. പ്രചരണ സമയത്ത് മുമ്പ് പറഞ്ഞ വാക്കാണ്. അയാൾ പറഞ്ഞിരുന്നു, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഞാൻ ജയിച്ചാൽ നരേന്ദ്രമോദി ആയിരിക്കും, ഇന്ത്യ ആയിരിക്കും, നരേന്ദ്രമോദി ആയിരിക്കും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന്. ബുദ്ധ സന്യാസികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരതകൾ. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് മ്യാൻമറിൽ നിന്ന്, ബർമ്മയിൽ നിന്ന്, മ്യാൻമറിൽ നിന്ന് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധ സന്യാസികൾ മുസ്ലിം സഹോദരങ്ങൾക്ക് നേരെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരതകളാണ്. എല്ലാ സ്ഥലത്തും. എന്താ ഈ പ്രശ്നത്തിന്റെ കാരണം? നമ്മൾ നമ്മുടെ അസ്തിത്വം കൈവിടിഞ്ഞു എന്നുള്ളതാണ് അല്ലേ? നമ്മുടെ പിതാമഹന്മാർ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലൊന്നും ഈ വർഗീയത വളർന്നു പന്തലിച്ചില്ല. കാരണം അവർ അള്ളാഹുവിലും റസൂലിലും തവക്കുൽ ചെയ്ത് ജീവിച്ചവരായിരുന്നു. അവർക്ക് അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മേലെ അവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് പ്രപഞ്ചനാഥനായ റബ്ബിനോടും ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ഉണ്ടായിരുന്ന അതിരറ്റ ഹുബ്ബുണ്ടായിരുന്നവർക്ക് അല്ലേ? അവർ നമ്മളെപ്പോലെ ഖുർആൻ ക്ലാസ് പഠിച്ചോളൊന്നും, ഖുർആൻ പഠിച്ചോളൊന്നല്ല. നമ്മളെപ്പോലെ ഖുർആനൊന്നും പഠിച്ചിട്ടില്ല. ഓൾക്ക് കുറച്ച് സൂറത്തൊക്കെ ഓതാൻ അറിയുള്ളൂ, കുറച്ച് സൂറത്ത്, അല്പം സൂറത്ത്. നമ്മളെപ്പോലെ ഖുർആൻ ക്ലാസ് ഒന്നും ഒന്നില്ല. എന്തോ ഇല്ല, അന്ന് ഖുർആൻ ക്ലാസ് ഒന്നും ഇല്ല. പക്ഷെ ഓരോട് റസൂൽ അങ്ങനെ പറഞ്ഞു തന്നെ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകില്ല. അള്ളാന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് അവർ പോവില്ല. അത് ബുഖാരിയിൽ പറഞ്ഞെന്ന് ഓല് ചോദിക്കൂല, മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിക്കൂല. റസൂൽ അങ്ങനെ പറഞ്ഞെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ മതി. അത് മതിയായിരുന്നു, അത് മതിയായിരുന്നു. ഇന്ന് എല്ലാം അറിയുന്നവൻ തന്നെയല്ലേ ഏറ്റവും വലിയ തമ്മാടി. എല്ലാം അറിയുന്നവൻ തന്നെയാണല്ലോ തമ്മാടിത്തരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ശ്രദ്ധിക്കണം, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരാണ്, ഒന്ന് ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ വിഷയം എന്താ ചോദിച്ചാൽ, നമ്മൾ ഇപ്പോൾ ഇന്ത്യയുടെ സാഹചര്യത്തിൽ വെച്ച് നോട്ടുള്ളവന്റെ കൊടുക്കും ആഖിറത്തിലെ കൊടുക്കും തമ്മിലുള്ള അന്തരം ഒന്ന് പരിശോധിക്കാം. അതാ നമ്മൾ ചെയ്യുന്നത്.